ഹലോ ഗൈസ്, എല്ലാം പുതിയൊരു റിലീസ് ചെയ്തു. ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ മീനോടെ മേളിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണിക്കാനാണ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തതൊന്ന് കണ്ടേക്കുക. ശരി, ഇന്ന് ഞാൻ ഇപ്പോൾ ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ നോക്കിയപ്പോൾ മീനൊരെണ്ണം ചത്ത് കിടക്കുന്നു ഗൈസ്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോളിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ചത്തിട്ടുള്ളത്. പതിയെ ആ കല്ലിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കിടക്കുകയാണ് ചത്ത്. വേറെയൊക്കെ ചത്തിട്ടുണ്ടോ നല്ലതൊക്കെ അറിയാം. ഇതിനകത്ത് കൊതുകൊക്കെ കിടക്കുന്നു കേട്ടോ. കൊന്നളഞ്ഞ കൊതുകിന്. നമുക്ക് ആ കുഞ്ഞിനെ പതിയെ എടുക്കാം. പൊടിഞ്ഞു ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. അതിന് ഫുഡ് കൊടുക്കാം. ചിരിപ്പല്ലേറ്റാട്ടോ എടുക്കുന്നത്. പുറത്തുനിന്നാണ് നമ്മുടെ ഗിഫ്റ്റ് പീസിൻ്റെ ടാങ്ക്. മോന് അത്യാവശ്യം ഗ്രോത്ത് നെക്സ്റ്റ് ബ്രീഡ് ആവുന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്. ഇതിൻ്റെ ചീക്കടി പെല്ലറ്റ് എടുക്കണം. അതുകൊണ്ട് ഇവിടെ ഗൗര സാധനം കൊടുക്കണം. ഇച്ചിരി അതെ നമ്മുടെ ഗിപ്പി ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ടുകാരം ഉണ്ടെങ്കിൽ ഗിപ്പി നമ്മുടെ ഗിപ്പി കുഞ്ഞുങ്ങളുണ്ട്. പാമാരം കൂടി കാട്ടിത്തരാം. അവന്മാർക്കൊരു കുഴപ്പമില്ല, ഗ്രോത്തൊക്കെ ഇടുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബായ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇങ്ങനെയപ്പോഴത്തേക്കും വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഗപ്പികളെ എല്ലായിടത്തും അകത്തോട്ട് കൊണ്ടുവെക്കാനായിട്ട് പറഞ്ഞു. അകത്ത് മീൻസ് മേളിൽ. അപ്പോൾ നമ്മളപ്പോൾ അതിനായിട്ട് എല്ലായിടത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സ്പോട്ടിൽ നമ്മൾ തിരിച്ചുകൊണ്ട് വെക്കാനായിട്ട് പോവാണ്. നേരെ പോവാം ഫ്രണ്ട്സ്. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഗപ്പീനെ മോളിനെയാണ്. പിന്നെ അവിടെ വലിയൊരു ടാങ്ക്. അതിനകത്ത് ഞാൻ മീനിടാൻ പറഞ്ഞിട്ട് ഒരാൾ കണ്ടിട്ടുണ്ടായത് പിരാനാന്ന്. നമ്മളപ്പോൾ പിരാനാനെ ഉറപ്പായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. നമ്മൾ തിരക്കിയിട്ടുണ്ട് സാധനം. സ്റ്റോക്ക് തീർന്നു. സ്റ്റോക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് വാങ്ങിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ പിരാനാനൊക്കെ നമ്മളെ വലുതാക്കി ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സെയിലിങ്ങിൻ്റെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാനൊക്കെ സാധിക്കും. ഇപ്പം നമുക്ക് ഇതിൻ്റെ കാര്യം നോക്കാം. അപ്പോഴത്തേക്കും മീനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സെറ്റാക്കിയാണ് നമ്മൾ വെക്കണത് കേട്ടോ, കറക്റ്റ് രീതിയിൽ. പിന്നെ അടുത്ത മീൻ എടുക്കാനായിട്ട് പോവാണ്. ക്യാമറ ഇവിടെ വെച്ചിട്ട് ഞാൻ എടുത്ത ഗപ്പീനെയാണ്, ഫുൾ ഗപ്പീൻ്റെ. സാന്റാക്ലോസും നമ്മുടെ അല്ലാത്തതും എല്ലാ മീനുകളുമായ കുറച്ച് മീനുകളൊക്കെ എടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ കയറി വരുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇതാ കണ്ടോ ഒരു ടാങ്ക്, ഗ്ലാസ് ടാങ്കാണ് കേട്ടോ. അത് നല്ല വെയിറ്റായിരുന്നു. അങ്ങനെ പൊക്കിയൊക്കെ പയ്യെ കൊണ്ടുവരണം. നമ്മുടെ ഗപ്പി ടാങ്കും വെച്ചിട്ടുണ്ട്. നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഇതൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട്. മീനൊന്നും കാണുന്നില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ടാങ്കൊക്കെ കഴിയും. പായലിലേക്കിടൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടാങ്ക് എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് ഇതിൻ്റെ അകത്തോട് വരാറില്ല. അപ്പോഴത്തേക്കും ഇച്ചിരി കട്ടായിപ്പോയി മീനിടുന്നത്. ഈ ടാങ്ക് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് പിരാനാണ്ട് ഉറപ്പായിട്ടും വാങ്ങിക്കും. നമ്മുടെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്